പോലീസിനെ ഒരു വെല്ലുവിളി പോലെ പോലീസിനോട് വെല്ലുവിളി പോലെയാണ് ഈ വീഡിയോ. വീട്ടിലോട്ട് കൊണ്ടുപോവാണ്, ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്, വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, പൗടിക്കോണത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ളൊരു വീഡിയോ ആയിരുന്നു അതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ലാപ്ടോപ്പ് നമുക്ക് മാറ്റിവെക്കാം, ഇനി എന്താണ് സംഭവിക്കുകയെന്നറിയില്ല, പേടിപ്പിക്കാൻ നോക്കുകയാണ്. തിരികെ വന്നില്ല എങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കസ്റ്റഡിയിൽ നിന്നും ഇപ്പോൾ പൗടിക്കോണത്തെ തിരുവനന്തപുരം പൗടിക്കോണത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ലാപ്ടോപ്പ് എടുക്കാനായാണ് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ലാപ്ടോപ്പ് എടുക്കാൻ എന്ന് വാഹനത്തിനുള്ളിലിരുന്ന് രാഹുൽ ഈശ്വർ വിളിച്ചു പറയുകയും ചെയ്തു മാധ്യമങ്ങളോട്. രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ പറയൂ, വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് എപ്പോഴായിരിക്കും? എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം ഈ തെളിവ് കൂടി ശേഖരിച്ച് ഇതിന്മേൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷമാകും എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുപോവുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും ബാക്കി നടപടി എന്ന് നമുക്ക് അറിയാൻ കഴിയുക. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം രാഹുൽ ഈശ്വറുമായി പൗടിക്കോണത്തേക്കുള്ള യാത്രയിലാണ്. ഏറ്റവും പ്രധാനമായി ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആ വീഡിയോയിൽ വളരെ വ്യക്തമായി നേരത്തെ മോദി സൂചിപ്പിച്ചതുപോലെ പറയുന്നുണ്ട്, അതായത് ആ ലാപ്ടോപ്പ് മാറ്റി വെച്ചേക്കാമെന്ന്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് കള്ളക്കേസാണ്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയാനുണ്ട്. എന്നാൽ ദീപ രാഹുൽ ഈശ്വറും സംസാരിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അത്തരത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴും ലാപ്ടോപ്പ് മറച്ചു വെച്ചേക്കാം. മറച്ചുവെച്ചു, അതെ തീർച്ചയായും. ലാപ്ടോപ്പ് എന്തിനാ അങ്ങനെയാണെങ്കിൽ മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. മറച്ചുവെക്കാം നമുക്ക് എന്ന് പറയുന്നു. പോലീസിനെ കണ്ട മാത്രയിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ലാപ്ടോപ്പ് ഓഫീസിലാണ് ഉള്ളത്, ഓഫീസ് ഇന്ന് ഇല്ല, അവധിയാണ്, അടച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മറച്ചു വെക്കാനൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിന് എന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പോലീസ് അടിയന്തരമായി ആ ലാപ്ടോപ്പ് വീണ്ടെടുക്കാനായി വീട്ടിലേക്ക് പോകുന്നതും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇനി അടഞ്ഞു കിടക്കുന്ന വീട്ടിലെ മുറികളും ഓഫീസും എല്ലാം രാഹുൽ ഈശ്വറിന് തുറക്കേണ്ടി വരും. കാരണം ഇന്നലത്തെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം ഇന്നലെ രാഹുൽ ഈശ്വർ വീട്ടിൽ വന്ന് വിളിക്കുമ്പോൾ രാഹുൽ ഈശ്വർ ഈ വിവരം മാധ്യമങ്ങളുമായി ആദ്യഘട്ടത്തിൽ പങ്കുവെക്കുമ്പോൾ പറയുന്നത് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. അത് കസ്റ്റഡിയാണ് എന്ന് പോലും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ വിവരം അറിയുന്നത് ദീപ രാഹുൽ ഈശ്വർ നമുക്ക് മാതൃഭൂമിക്കായി പ്രതികരണം നടത്തുമ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ സുതാര്യമായ നിലയിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ വീഡിയോയിൽ ഉൾപ്പെടെ ലാപ്ടോപ്പ് ആവശ്യപ്പെടുമ്പോൾ പ്രശ്നങ്ങളില്ലെങ്കിൽ, കുറ്റമില്ലെങ്കിൽ, ശരിയായ കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ ആ ലാപ്ടോപ്പ് സമർപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് മാറ്റിവെക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ എന്തായാലും മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ പോലീസ് തിരക്കി പിടിച്ച് ചോദിച്ചറിയുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ആ ലാപ്ടോപ്പ് കൂടി പരിശോധനയിലേക്ക് വരികയാണ്. പൗടിക്കോണത്തേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്.